നമസ്കാരം, ഏവർക്കും ഹെൽത്തി ബൈറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബൈറ്റ്സിലെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ഇനിയും തുടരുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പഴയടം ശ്രീ മോഹനൻ നമ്പൂതിരി തയ്യാറാക്കി തരുവാൻ പോകുന്നത് പച്ചമുളക് ഉപയോഗിച്ചിട്ട് ഒരു അച്ചാറാണ്. നമ്മൾ എവിടെയും അധികം കേട്ടിട്ടില്ല ഇങ്ങനൊരു അച്ചാറിനെ പറ്റി. ഞാൻ തന്നെ ഇപ്പോൾ ആദ്യമാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പച്ചമുളക് ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് തിരുമേനിയോട് തന്നെ ചോദിച്ചറിയാം. പച്ചമുളക് കൊണ്ടൊരു അച്ചാർ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പരിപാടിയാണ് പച്ചമുളക്. അപ്പോൾ പലരും പച്ചമുളക് വാങ്ങിയിട്ട് ഒത്തിരി വേസ്റ്റ് ആക്കിയിട്ട് കളയാറുണ്ട്. കളയുന്നതിന് മുമ്പ് തന്നെ അധികം വാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ സ്വാദിഷ്ടമായ അച്ചാർ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കാം. കുറേ ദിവസങ്ങളിൽ ഇരിക്കുകയും ചെയ്യും, കേടില്ലാതെ. അതാണ് നമ്മുടെ അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കെൻ ടി വി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇനി നമ്മൾ അടുത്ത് തയ്യാറാക്കുവാൻ പോകുന്നത് പച്ചമുളക് ഉപയോഗിച്ചിട്ടൊരു അച്ചാറാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് പച്ചമുളക് കൊണ്ട് അച്ചാർ ഇടാവുന്നുള്ളത്. അതും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാമെന്നാണ് തിരുമേനി പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമ്മുടെ മുളകച്ചാറിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് ചോദിച്ചറിയാം. തിരുമേനി പറയാം. നമ്മൾ പച്ചമുളക് കഴുകി രണ്ടായിട്ട് കീറി വയ്ക്കാം. പകുതി കീറിയാൽ മതിയാവും. പകുതി മുഴുവനും കീറണമെന്നില്ല. അതെ, ഇതിപ്പോ നമ്മൾ എത്ര ഏകദേശം അര കിലോ മുളക് നമ്മളൊന്ന് പകുതി വെച്ച് ഓരോരോ കൺവീനിയൻസ് അനുസരിച്ച് അളവ് മാറ്റാം. പിന്നെ ഇതിൻ്റെ അത് വാളംപുളി, ഇത് നമ്മളൊരു ചെറിയൊരു 50 ഗ്രാം വാളംപുളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും പിഴിഞ്ഞ് എടുക്കണം. നമ്മൾ വെള്ളത്തിൽ ഇട്ടേക്കാണ് നമ്മുടെ വാളംപുളി. പിഴിഞ്ഞ് എടുക്കണം. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പൊടിക്കായം, ഉലുവാപ്പൊടി, ഒരു ചെറിയ നേരിയ പിഞ്ചിന് കുഞ്ഞ് ശർക്കര, കാണാൻ മാത്രം പോലും ഇല്ല, ഒരു നുള്ള് ശർക്കര, അത്രേ ഉള്ളൂ. പെട്ടെന്ന് പരിപാടി ചെയ്യും. അതെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പുളി നല്ലോണം പിഴിയണം. അപ്പോൾ നമ്മൾ പുളിയുടെ വെള്ളം തയ്യാറാക്കുകയാണ്. നമ്മൾ പുളി ഇതാ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഞെരടി എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന വാളംപുളി അല്ലേ? വാളംപുളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതെ, പുളി വരുന്നതിലൊക്കെ മുഴുവൻ ഇതേ ഉള്ളൂ. കുരു കഴിഞ്ഞ് പിന്നെ ഒന്നും ഇല്ല ബാക്കി. അപ്പൊ നമ്മൾ പുളി പിഴിഞ്ഞിട്ട് അതിലെ കുരു ഒക്കെ നമ്മളൊന്ന് മാറ്റാണ്. മുളക് ഇതിലേക്കിടുക. അപ്പം നമ്മൾ മുളക് ഇതിലേക്ക് ഇട്ടു, അതിൻ്റെ കൂടെ നമ്മുടെ പുളിവെള്ളവും ചേർത്തു. ഇനിയാണ് നമ്മൾ സ്റ്റൗ ഓണാക്കാൻ പോകുന്നത്. ഇനിയിപ്പോ ഈ മുളക് നമ്മുടെ ഈ പുളിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേണം. കുറച്ച് ഉപ്പും കൂടെ, നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർക്കാം. ഇനി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പച്ചമുളകാണെങ്കിലും മുളക് പൊടി വേണം. പച്ചമുളകാണെങ്കിലും നമ്മൾ അച്ചാർ ഇടുമ്പോൾ മുളക് പൊടിയും വേണം. നമ്മൾ ഏകദേശം ഒരു 3 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ചെറിയ ശർക്കര ഉണ്ടാവും, ഒരു നുള്ളി ശർക്കര കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തു. ഓൾമോസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിരുന്ന 3/4 ചേരുവകളും ഇതിൽ ചേർത്ത് കഴിഞ്ഞു. ഉലുവാപ്പൊടി മാത്രമേ ഇടാവുള്ളൂ. ഉലുവാപ്പൊടി മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കൂ. അത് അവസാനം നമ്മൾ തീ എടുത്തതിന് ശേഷം മാത്രമേ. അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനെയും അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഏകദേശം എത്ര സമയം എടുക്കും തിരുമേനി? 15-20 മിനിറ്റ് വരെ എടുക്കാം. 15 തൊട്ട് 20 മിനിറ്റ് വരെ എടുക്കും ഈ മുളക് പുളിവെള്ളത്തിൽ കിടന്ന് വേകുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. മലയാളികളെ ഏറ്റവും സന്തോഷത്തിൽ ഭക്ഷണം കഴിപ്പിക്കുന്ന അങ്ങയുടെ ഇഷ്ടവിഭവം എന്താണ്? ഒരു വലിയ ചോദ്യമാണ്. കാരണം ഞാനിങ്ങനെ ഒരു സദ്യപ്രിയനല്ല. പൊതുവെ സദ്യ അധികം കഴിക്കാറും പതിവില്ല. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന കുറച്ച് തൈരോ അല്ലെങ്കിൽ മെഴുക്കുരട്ടിയോ അല്ലെങ്കിൽ ഒരു കടുമാങ്ങയൊക്കെ, അതിലേക്കാണ് കൂടുതൽ സന്തോഷം കാണാറുള്ളത്. സദ്യയും കൊണ്ടിട്ട് അങ്ങനെ ഒരു ഒന്നാമത് ഈ പാചകം കഴിയുമ്പോൾ തന്നെ ഊണ് കഴിക്കാൻ പൊതുവെ ഒരു സ്വാദ് തോന്നാറ് പതിവില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ വിഭവങ്ങൾ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെ, അപ്പോൾ 20 കൂട്ടം പായസവും 50 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അദ്ദേഹത്തിന് 1-2 കൂട്ടം കറി അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു കൂടുതൽ വിഭവങ്ങളോട് താല്പര്യമില്ല. അതെ,
അപ്പൊ നമ്മുടെ ഈ മുളകച്ചാറിലെ പ്രധാന ഇൻഗ്രീഡിയന്റ് മുളകാണ്. അതുകൂടാതെ നമ്മൾ പച്ചമുളകാണ്, പുളിയും. അതുപോലെ നമ്മൾ പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കുമോ? അച്ചാർ എന്ന് പറഞ്ഞ സാധനത്തിന് തന്നെ പൊതുവെ ഉപ്പ് കൂടുതലായിരിക്കും, എരിവ് കൂടുതലായിരിക്കും, കുറച്ച് പുളി ഉണ്ടാവും. കാരണം അത് അതിൻ്റെ അകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന സാധനം. അപ്പോൾ അത് കേടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണമാണ്. സാധാരണയ്ക്ക് ഈ അച്ചാർ എന്നുള്ള സാധനം അച്ചാർ തൊട്ട് കൂട്ടാമെന്നാണ്. അച്ചാർ ആരും ഒഴിച്ചു കൂട്ടാൻ നിൽക്കാറും അതല്ല. അപ്പോൾ ഊണ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് തൊട്ട് കൂട്ടുമ്പോൾ ഇതിൽ ഏത് രസം മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് അഫക്റ്റ് ചെയ്യില്ല. വേറെ വിഭവങ്ങളുണ്ടല്ലോ കൂട്ടത്തിൽ. ഇനി അതല്ല, ഇത് മാത്രമായിട്ട് കഴിക്കണമെങ്കിലും ഇത് മാത്രമായിട്ടും കഴിയും, ഇത് മാത്രം കൂട്ടി ഊണ് കഴിക്കാം. അതിന് വേറെ ഒന്നും വേണമെന്നില്ല. വെറും നമ്മൾ സാധാരണ ചില ആൾക്കാർ പറയും ചമ്മന്തി കൂട്ടി ഉണ്ടെന്ന് ഇഷ്ടമാണ്, വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇത് മേടിച്ച് ഇത് വാങ്ങിയിട്ട് പപ്പടം ചുട്ടെടുത്ത് വയ്ക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരൈറ്റം കൂടി വെച്ച് കഴിഞ്ഞാലും എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, പുളി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരൈറ്റം മാത്രം. ഒരു മറ്റുള്ള അച്ചാറുകളിൽ നിന്ന് മറ്റുള്ള അച്ചാറിൻ്റെ അത്ര ഉപ്പ് ഇതിൽ വരില്ല. ഇത് നമ്മൾ ഇത് വേവിക്കാനുള്ള ഉപ്പ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇടുന്നുള്ളൂ. മറ്റേതിലൊക്കെ ബാക്കി നമ്മൾ വാങ്ങുന്ന അച്ചാറായാലും ഇപ്പോൾ മാങ്ങ നാരങ്ങ തുടങ്ങിയ സാധനങ്ങളിലൊക്കെ വാങ്ങുന്നതായാലും ഉണ്ടാക്കുന്നതായാലും ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. കാരണം അതൊരു കേടാവാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷേ ഇത് ലൈവായി നിൽക്കുന്നതാണ്. ഇതൊരു അധികം നാൾ നമ്മൾ വയ്ക്കുന്നില്ലല്ലോ, കുറച്ച് കാലത്തേക്കല്ലോ. അതുപോലെ എരിവ് അധികം വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ശർക്കര അല്ലേ, എരിവ് കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ശർക്കര ഇട്ട് കൊടുത്താൽ. അതെ, അപ്പോൾ എരിവ് കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതിന് അത്യാവശ്യം കുറച്ച് എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചൊന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ശർക്കര ചേർത്താൽ മതിയാവും. എന്താണെങ്കിലും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് നമ്മുടെ മുളക് അച്ചാർ. അപ്പം നമ്മൾ ഈ അച്ചാറിൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. അപ്പം ഇത് എത്ര നാള് കേടുകൂടാതെ ഇരിക്കും? അതാണ് ഔട്ട് ഓഫ് റെഫ്രിജറേഷൻ 7 ദിവസം വരെ യാതൊരു കംപ്ലൈന്റ് ഇല്ല. അതെ, അപ്പൊ ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട ആവശ്യമില്ല. 7 ദിവസം വരെ നമുക്കിത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. ഇനി അതിൽ കൂടുതൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിലും കൂടുതൽ നാള് ഇരിക്കുന്നതായിരിക്കും. അതെ, അപ്പോൾ ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഈ അച്ചാറുകൾക്കൊരു കുറച്ച് തണുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അച്ചാറുകൾക്ക് എല്ലാത്തിനും നമുക്ക് സ്വാദം തോന്നാനും എല്ലാത്തിനും നല്ലത്. പിന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാണ്. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ തുറന്നു നോക്കാൻ പോകുന്നത്. ഓക്കെയാണ്. അതെ, നമ്മൾ ആ ഒഴിച്ച പുളിയൊന്നുമില്ല, കംപ്ലീറ്റ് വറ്റി തീർന്നു. അതെ, ആ വെള്ളവും എല്ലാം വറ്റി. നമ്മൾ ഇതിൻ്റെ അകത്ത് ലേശം ഉലുവാപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിയും. അതെ, അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്തു. ഒരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടി ചേർത്തു. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുകയാണ്. കണ്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് പേഴ്സണലി പേടിയുണ്ട് ടേസ്റ്റ് ചെയ്യാൻ. കാരണം എരിവാണ്, തിരുമേനി എരിവ് ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതിന് എരിവില്ലാത്ത രീതിക്ക് എടുത്തു തരാം. ചെറിയ ചൂടുണ്ടാവും, ചെറിയ ചൂട്, എരിവുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ ശരിക്കും അച്ചാറതല്ല, ഇത് തന്നെയാണ് അച്ചാർ. ശരിക്കും മുളകാണ്. പക്ഷെ നമ്മള് മുളകെടുത്ത് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. കാരണം അതിന്റെ സ്പൈസി ആയിട്ടുള്ള പോർഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇതിന് വലിയ എരിവൊന്നുമില്ല, നല്ല പുളിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാം, യാതൊരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പം നന്ദി തിരുമേനി, ഒരുപാട് രുചികരമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ മുളകച്ചാർ ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നത്. ശരി, ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാം. വളരെ ഈസിയാണ്. നമ്മൾ 10 മിനിറ്റ് മിച്ചം എടുത്തുള്ളൂ. ഇതിപ്പോൾ ഇത്ര സാധനം ഉണ്ടെങ്കിൽ ഒരു 4 പേരുടെ കുടുംബത്തിൽ സുഖമായിട്ട് 5-6. അതെ, അതുപോലെ ഇതിന്റെ ടേസ്റ്റും ഒന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട് മറ്റ് അച്ചാറുകളിൽ നിന്ന്. ഇതിന്റെ ടേസ്റ്റും കുറച്ച് വ്യത്യസ്തമാണ്. ഏവർക്കും ഇഷ്ടപ്പെടും തന്നെ എനിക്ക് ഉറപ്പാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മുളകച്ചാറിൻ്റെ റെസിപ്പി മനസ്സിലായി കാണുമല്ലോ. അപ്പം ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റിയും അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.